6500 RPM കഴിഞ്ഞു. ബിഗ് ടോർക്ക് എത്തി. 8500 RPM മാക്സിമം പവറിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ അഗ്രസീവ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇതാണ് ഈ ഗ്യാപ് റോഡിന്റെ കഴിഞ്ഞ് അതിങ്ങോട്ട് കയറുന്നതാണ് സത്യം പറഞ്ഞ വണ്ടി ഒന്ന് കയറി വരുന്നത്. നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ MVD പിടിക്കുമോ എന്നുള്ള പേടിയും വേണ്ട. ഈ വഴി കണ്ടോ, ഈ ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഗേറ്റ് വഴി പോയി കഴിഞ്ഞാൽ. ഹലോ എവരിവൺ, വെൽക്കം ടു ഗെറ്റ് മൈ വിൽ ഷോ പവർഡ് ബൈ ഫെയർ ഇൻഫെക്റ്റഡ് മീഡിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ ഡൊമിനാർ 400 ആയിട്ടാണ്. ഈ വണ്ടിനെ ടൂറിംഗ് എഡിഷൻ എന്നാണ് വിളിക്കുന്നത്. 2016 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് ഡൊമിനാർ 400നെ അവതരിപ്പിക്കുന്നത്. 2016 ഡിസംബറിൽ. 2014 ഓട്ടോ ഷോയുടെ സമയത്താണ് നമ്മൾ ആദ്യം CS 400 എന്ന ഒരു നെയിം പ്ലേറ്റോട് കൂടി ആദ്യമായിട്ട് ഈ വാഹനത്തെ നമ്മൾ കാണുന്നത്. ബജാജിൻ്റെ ഒരു ബിഗ് ഗെയിമിനുള്ള ഒരു പ്ലാനായിരുന്നു സത്യം പറഞ്ഞ CS 400 എന്ന് പറയുന്നത്. 2016 ഡിസംബർ സമയത്താണ് ആദ്യമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഡൊമിനാർ വരുന്നത്. ലേറ്റർ 2019 ആയ സമയത്ത് നമുക്ക് USD ഫോർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു മേജർ അപ്ഡേറ്റും കാര്യങ്ങളും വന്നു. 2021 നമ്മളിന്ന് കാണുന്ന ഈ ടൂറിംഗ് എഡിഷൻ എന്ന് പറയുന്ന വേരിയൻറ്റ് സത്യം പറഞ്ഞാൽ വരുന്നത്. ടൂറിംഗ് എഡിഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ലാർജർ ആയിട്ടുള്ള ഫാക്ടറി ഫിറ്റഡ് ആയിട്ടുള്ള വിൻഡ് സ്ക്രീൻസ്, ഹാൻഡ് ഗാർഡ്സ്, ലഗേജ് കാരിയർ, ഒരു റിയർ പില്യണിന് ഒരു സപ്പോർട്ട് നൽകുന്ന ഒരു റിയർ സപ്പോർട്ടും കാര്യങ്ങളും വരുന്ന ഇതെല്ലാം ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് വരുന്ന ഒരു വേരിയൻ്റാണ് സത്യം പറഞ്ഞാൽ ടൂറിംഗ് എഡിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ടൂറിങ്ങിനായിട്ട് അഡീഷണൽ ആക്സസറീസോ കാര്യങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇതിനകത്തുള്ള ആക്സസറീസ് ഒന്നും തന്നെ എല്ലാം തന്നെ ഫാക്ടറി ഫിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ MVD പിടിക്കുമോ എന്നുള്ള പേടിയും വേണ്ട. കൂടാതെ ഈ പറയുന്ന 2019 ആ ഒരു അപ്ഡേറ്റിൽ നമുക്ക് സത്യം പറഞ്ഞാൽ USD ഫോക്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടിൽ കാര്യങ്ങൾ ചെറിയൊരു ഡിഫറൻസ് കാര്യങ്ങൾ വന്നിട്ട് കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ള കുറച്ചുകൂടി രസമുള്ള ഒരു എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബജാജ് വാഹനം ഇറക്കുന്ന സമയത്ത് എന്ന് വെച്ചിട്ട് ഇവരുടെ മെയിൻ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് ആയിരുന്നു. ഭയങ്കര അഗ്രസീവായിട്ടുള്ള കുറേ ആഡ് ക്യാമ്പയിൻസ് കാര്യങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആ സമയത്ത്. കുറേ രസകരമായിട്ടുള്ള ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. ഗോ ഹൈപ്പർ റൈഡിങ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനോട് കൂടിയായിരുന്നു നമ്മളെ ഡൊമിനാർ 400 വന്നത്. ശരിയാണ്, ഹൈപ്പർ റൈഡിങ്ങിന് പറ്റിയൊരു വണ്ടിയാണ്. ഈ വണ്ടിക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിൽ തോന്നുന്നിടത്തെല്ലാം കയറി പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഈ വണ്ടിക്കകത്ത് നിന്ന് കിട്ടും. പിന്നെ എന്നെപ്പോലെ ഹൈറ്റ് കുറഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഇങ്ങനെ തൊട്ടി നിൽക്കാം. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ടേണിങ് റേഡിയസ് ആണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നെപ്പോലെ ഹൈറ്റ് കുറഞ്ഞ ഒരാൾക്ക് കുറച്ച് വെയിറ്റും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ, വണ്ടിക്ക് കുറച്ച് വെയിറ്റും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊന്ന് ടേൺ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനത്തെ ചില കാര്യങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര രസമാണ് കൊണ്ടുനടക്കാൻ. ഈ പറഞ്ഞ കാര്യം നമുക്ക് എല്ലായിടത്തും കയറി ചെല്ലാൻ തോന്നും. എല്ലായിടത്തും കയറി ചെല്ലാൻ നമ്മൾ ടെംപ്റ്റ് ചെയ്യിക്കും. നമുക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് വരും. നമ്മൾ ആക്ച്വലി ഇതിന് മുന്നേ ഈ വഴിക്ക് പോയിട്ടുണ്ട്. അന്ന് നമ്മൾ കൊണ്ടുവരുന്നത് വെച്ചാൽ ജീപ്പിൻ്റെ ഗ്രാൻഡ് ചെറോക്കി ആയിട്ടായിരുന്നു പോകുന്നത്. ഒരു V6 ഡീസലും കാര്യങ്ങളും വരുന്നത് ആ വഴി കൂടെ ഒക്കെ. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. സുഖകരമായിട്ട് എനിക്ക് തേർഡ് ഗിയറിലേക്ക് എടുത്തിടാം. ഓണൊക്കെ അടിക്കുന്നുണ്ട്. ഇത് ഉറുമ്പിക്കരയ്ക്കുള്ള റൂട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വഴി കണ്ടോ, ഈ ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഗേറ്റ് വഴി പോയി കഴിഞ്ഞാൽ നമ്മളെ യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മളെ ആ കൊട്ടാരമല്ലാത്ത ആ ബംഗ്ലാവ് കാണാൻ സാധിക്കും. വീണ്ടും സെക്കൻഡ് ഗിയർ, ക്ലച്ചിൽ തൊടത്തില്ല. നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലച്ച് താങ്ങി പിടിക്കരുത്. വഴി അത്യാവശ്യം മോശമാണ്. സ്റ്റിൽ നമ്മൾ സംഹൗ മാനേജ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഗിയറിൽ ഈ പില്ലണാണ് വണ്ടി കയറി പോകുന്നത്. കൊള്ളാം കേട്ടോ. ഇപ്പോൾ നമ്മളുള്ളതെന്ന് വെച്ചാൽ കുട്ടിക്കാന സൈഡിൽ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഞാൻ പില്ലം വെച്ചിട്ടാണ് ഇവിടെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മോശം വഴികളിലൂടെയൊക്കെയാണ് പോകുന്നത്. ഇതിന് മുകളിലേക്ക് നമുക്ക് ക്ലൈംബ് ചെയ്ത് പോകാനുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു എഞ്ചിൻ ഗാർഡും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് മെറ്റലിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും തട്ടിയാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വരുന്നുള്ളത് പേടിക്കേണ്ട. കൂടാതെ ഒരു ക്രാഷ് ഗാർഡും കാര്യങ്ങളും ഫ്രം കമ്പനി വന്നിട്ടുണ്ട്. ഈ വണ്ടി അന്ന് ഞാൻ പറഞ്ഞു ഗോ ഹൈപ്പർ റൈഡിങ് എന്നുള്ള ആപ്തവാക്യമായിട്ടായിരുന്നു ഈ വണ്ടി വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ഇച്ചിരി ഓഫ് റോഡൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ സുഖമായിട്ട് കയറി ചെല്ലാൻ പറ്റും. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കൂടാതെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ടോർക്കും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ല. ഇനി ലോ എൻഡിലേക്ക് പോകുന്ന സമയത്ത് വണ്ടി ഇങ്ങനെ നോക്ക് ചെയ്ത് കളിക്കുക. അതൊരു സിംഗിൾ സിലിണ്ടറാണ്. ചെറിയ ഇതുപോലത്തെ ഒരു വണ്ടിയാണ്. സിംഗിൾ സിലിണ്ടർ വണ്ടി ആയതുകൊണ്ടാണ് അങ്ങനെ നോക്കിങ് കാര്യങ്ങളും വരുന്നത്. പക്ഷേ എന്നാലും നമുക്ക് സുഖകരമായിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റും. വണ്ടിക്ക് അത്യാവശ്യം വെയിറ്റ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം 193 കിലോഗ്രാം വെയിറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സ്റ്റിൽ വലിയ കുഴപ്പമില്ലാണ്ട് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. വലിയ ഭയമല്ലാതെ നമുക്ക് ഓഫ് റോഡും കാര്യങ്ങളും കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. കുറച്ചുകൂടി ഇവർ പറയാമെന്നുണ്ടെങ്കിൽ ഇവരിതിനെ മാർക്കറ്റ് ചെയ്തതിന് പവർ ക്രൂസിങ് എന്നുള്ളൊരു മോഡൽ. ആദ്യം വന്ന സമയത്ത് ഒരു 30
35 ആ റേഞ്ചിലായിരുന്നു ഇതിൻ്റെ ഹോഴ്സ് പവേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നീട് ലേറ്റർ അപ്ഡേറ്റിൽ എറൗണ്ട് ഒരു 38-39 ലൈക്ക് അടുപ്പിച്ച് 40 ഹോഴ്സ് പവർ അടുപ്പിച്ച് പവറും ആൻഡ് ടോർക്ക് റിമൈൻസ് ദ സെയിം എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഇതിൻ്റെ ഒരു എൻഡിങ് സ്റ്റേജിലാണ്. കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ബജാജ് ഇവർക്ക് കൊടുക്കാറില്ല. എങ്കിൽ നമ്മളിപ്പോൾ ഈ വണ്ടി ഓടിച്ചിട്ട് കുട്ടിക്കാനത്താണ് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ പുറപ്പെട്ടതാണ്. നമ്മളെ കൊച്ചിയിലെ ഫ്ലാറ്റ് കുട്ടിക്കാനത്തേക്ക് ഏകദേശം 120 കിലോമീറ്റർ നമ്മൾ ഈ പറയുന്ന സമയം കൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നല്ല രസകരമായ രീതിയിൽ നല്ല 3G സ്പീഡിലൊക്കെ നമ്മളെ ഈ വരുന്ന വഴി നിങ്ങൾക്കറിയാമായിരിക്കാം. നമ്മളെ തൊടുപുഴ പാല ആ വഴിക്കുള്ള വഴികളൊക്കെ പറയുന്നത് നല്ല കേവ്സും കാര്യങ്ങളും റോഡുകളാണ്. കേവ്സിലും കാര്യങ്ങളിലൊക്കെ നല്ല എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് സത്യം പറഞ്ഞാൽ ഈ ഡോമിനോർ 400 എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റത്തെ ഒരു 100 കിലോമീറ്റർ ഓടിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയ 1-2 വേണം എന്ന് തോന്നിയ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ബ്രേക്കിൻ്റെ സൈഡിലാണ്. ബ്രേക്കിനൊരു ഫീഡ്ബാക്കും കാര്യങ്ങളും കുറവുണ്ട്. അല്ലെങ്കിൽ അതിനൊരു ബ്രേക്ക് പെർഫോമൻസ് കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിരുന്നെങ്കിൽ, കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഒരു 5000 RPM ഉള്ളിൽ ഓടിക്കുന്ന സമയത്ത്, ഒരു 5000 RPM ഉള്ളിലൊക്കെ ഓടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മൈലേജ് കിട്ടുകയും ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് അത്ര ഒരു ബ്രേക്ക് പെർഫോമൻസിൽ വലിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. എന്നാൽ കുറച്ചുകൂടി പുഷ് ചെയ്ത് ഓടിക്കുന്ന ആളാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ബ്രേക്കിംഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അനുഭവപ്പെട്ടേക്കാം. അതുപോലെ ഇതിനകത്ത് വരുന്ന MRFൻ്റെ ഒരു നോർമൽ ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. നമ്മളെ സ്റ്റീൽ റേഡിയൽസോ കാര്യങ്ങളോ ഒന്നും അല്ല വന്നിരിക്കുന്നത്. അത്ര സോഫ്റ്റ് കോമ്പൗണ്ടും കാര്യങ്ങളൊന്നും അല്ല. കുറച്ചുകൂടി സോഫ്റ്റ് കോമ്പൗണ്ട് ആയിട്ടുള്ള ലൈക്ക് അപ്പോളോ ആൽഫ H1 അല്ലെങ്കിൽ നമ്മൾ TVSൻ്റെ പ്രോട്ടോർക്ക് എക്സ്ട്രീം അല്ലെങ്കിൽ മിഷലിൻ്റെ റോഡ് 5 പോലത്തെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ടയേഴ്സ് ഇതിൻ്റെ അകത്ത് വന്നിരുന്നെങ്കിൽ എന്ന് എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ കാരണം ഈ വണ്ടി കോർണേഴ്സിൽ എടുക്കുന്ന സമയത്ത് കോർണറൊക്കെ ചെയ്യാൻ സംഭവം നല്ല രസമാണ്. നല്ല രസകരമായ രീതിയിൽ നമുക്ക് കോർണേഴ്സൊക്കെ എടുത്ത് ഇങ്ങനെ രസകരമായിട്ട് പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അപ്പോൾ കോർണറിലേക്ക് നമ്മൾ നന്നായിട്ട് ലീൻ ചെയ്യുന്ന സമയത്ത്, നന്നായിട്ട് പുഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഗ്രിപ്പുള്ള ഒരു ടയറിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എൻജോയ്മെൻറ്റ് കിട്ടും, കുറച്ചുകൂടി രസകരമായി തോന്നും. സത്യം പറഞ്ഞാൽ ഈ ഡോമിനോർ കേവ്സിലേക്ക് എടുത്തിടാൻ നല്ല രസമാണ്. എനിക്കാകെ തോന്നിയേക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടയേഴ്സ് കുറച്ചുകൂടി നല്ലതായിരുന്നെങ്കിൽ, നല്ല ഏതെങ്കിലും ഒരു സോഫ്റ്റ് കോമ്പൗണ്ട് ടയർ, കുറച്ചുകൂടി സോഫ്റ്റ് കോമ്പൗണ്ട് ആയിട്ടുള്ള ഒരു ടയർ കാര്യങ്ങൾ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് കോർണർ ചെയ്യായിരുന്നു. ഇപ്പം തന്നെ ഇത് മാക്സിമത്തിലാണ് പോണത്. പിന്നെ ഇത് കിടക്കും. ഞാനിപ്പോൾ 4th ഗിയറിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. 4000 5000 RPM ആവുന്നു. 5000 RPM ആയി കഴിഞ്ഞ് അതിങ്ങോട്ട് കയറുന്നതാണ് സത്യം പറഞ്ഞ വണ്ടി ഒന്ന് കയറി വരുന്നത്. 5000 RPM ലാണ് വണ്ടി ഒന്ന് ഓൺ ആവുന്നത്. അതിനുശേഷം ക്രോസിംഗ് 6500 RPM ആൻഡ് പീക്ക് ടോർക്ക് നമുക്ക് കിട്ടി തുടങ്ങി. ആൻഡ് ഒന്നുകൂടി 4th ഗിയറിൽ 8000 മാക്സിമം പവർ. ഓ മൈ ഗോഡ്, പശു ചാടി. വീണ്ടും നമ്മൾ റോൾ ഓഫ് ചെയ്യുന്നു. വണ്ടി 6500 RPM കഴിഞ്ഞു. പീക്ക് ടോർക്ക് എത്തി. 8500 RPM മാക്സിമം പവറിലാണ് പറഞ്ഞിരിക്കുന്നത്. 4th ഗിയറിൽ 100. ഇതാണ് ഈ ഗ്യാപ് റോഡിന്റെ വെച്ചം. ആൻഡ് ഇതാണ് ഈ വണ്ടിയുടെ അഡ്വാൻറ്റേജ്. ഇതുപോലെ അഗ്രസീവ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ശോകമാണ്. പിന്നെ നമുക്ക് കാൽക്കുലേഷൻ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. വീണ്ടും we are on hyper riding. ഇതാണ് ഡോമിനോറിന്റെ അഡ്വാൻറ്റേജ്. നമുക്ക് ഈ ഡ്യുവൽ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. ഇങ്ങനത്തെ കേഴ്സ് ഒക്കെ എടുത്തിട്ട് കറക്റ്റ് ഗിയറിൽ റോളിംഗ് ദ ത്രോട്ടിൽ. പിന്നെ ഈ വണ്ടിക്കകത്ത് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ പില്യൺ സീറ്റ്സ് അത്യാവശ്യം കംഫർട്ടബിളാണ്. അത്യാവശ്യം എന്ന് ഞാൻ പറയത്തുള്ളൂ. ടൂറിംഗ് എഡീഷനാണ്, ബെറ്റർ സീറ്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ റിയറിലൊരു സപ്പോർട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സ്റ്റിൽ കുറച്ചുകൂടി ഒരു കംഫർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ബാക്കിലെ ഫുഡ് പെക്സിലും മറ്റും നല്ല രീതിക്ക് വൈബ്രേഷൻസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്.
ഫുഡ് പെക്സിൽ വൈബ്രേഷൻസ് കാര്യങ്ങൾ കിട്ടും. ഒരു സിംഗിൾ സിലിണ്ടർ 400cc എഞ്ചിനാണ്. ഇതിൽ കൂടുതൽ റിഫൈൻമെൻറ്റ് സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ കൂടി അത് പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മൾ ഒരു പില്ലനായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷേ റൈഡ് ചെയ്യുന്ന സമയത്ത് ആ വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കാര്യമായിട്ട് അങ്ങനെ അറിയാൻ സാധിക്കുന്നില്ല. സോ ഓവറോൾ ഈ വാഹനത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഹൈപ്പർ റൈഡിങ് മൂഡ് അല്ലെങ്കിൽ ഒരു പവർ ക്രൂസിങ് മൂഡാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചൂസ് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് ഇത്. ഇതിന് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മളെ മെറ്റീർ 350, അതുപോലെ CB 350, അതുപോലെ നമ്മളെ ബുള്ളറ്റിൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ, ഈ പറയുന്ന വാഹനങ്ങളൊക്കെയാണ് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സായിട്ട് ശരിക്കും പറഞ്ഞാൽ പറയുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി പെർഫോമൻസ് ഹിമാലയൻ 452 ഞാൻ പറയത്തില്ല, എന്നാലും കുറച്ചുകൂടി പവർ ക്രൂസിങ് ആഗ്രഹിക്കുന്ന, കുറച്ചുകൂടി പവർഫുള്ളായിട്ട് ഓടിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഈ വണ്ടിയിൽ ഇപ്പോഴത്തെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 40 ഹോഴ്സ് പവറാണ്. അത് പീക്ക് പവർ വരുന്നത് ഏകദേശം 8800 RPM-ലാണ്. ആൻഡ് ഇതിൻ്റെ പീക്ക് ടോർക്ക് എന്ന് പറയുന്നത് ഏകദേശം 35 Nm, വിച്ച് അറൗണ്ട് 6500 RPM-ലാണ്. അപ്പോൾ നമ്മൾ ആ 5000 RPM കഴിയുന്ന സമയത്ത്, കൈ കൊടുക്കുന്ന സമയത്ത്, അപ്പോഴാണ് ശരിക്കും വണ്ടി ഒന്ന് ഉണർന്ന് പറന്ന് വരുന്നത്. കോർണേഴ്സിലൊക്കെ എടുത്തിട്ട് പോകാനും ഓവർടേക്സും കാര്യങ്ങളും ചെയ്യാനൊക്കെ വളരെ രസകരമാണ്. ലോങ് റൈഡ്സ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഈ വന്ന ലോങ് റൈഡിൽ എനിക്ക് ഈ വണ്ടിയിൽ ഈ കാര്യമായിട്ടുള്ള ഹീറ്റിങ്ങോ കാര്യങ്ങളോ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ സിറ്റി റൈഡ്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നല്ല ഹീറ്റിംഗ് ഉണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. ഇതിനകത്ത് ഫ്യൂൽ എഫിഷ്യൻസി എനിക്ക് കിട്ടിയിരിക്കുന്നത് ഏകദേശം 27 മാക്സിമം. ഇനി വണ്ടിയുടെ ടെക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ 2 ഡിസ്പ്ലേസും കാര്യങ്ങളും വന്നത്, ഒന്നൊന്ന് ടാങ്കിൻ്റെ മുകളിലായിട്ടും ഒന്ന് നമ്മളെ നോർമൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലാണ് വന്നിരിക്കുന്നത്. രണ്ടിടത്ത് നമുക്ക് ഗിയർ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും, അതുപോലെ ഫ്യൂൽ എഫിഷ്യൻസി കാണാൻ സാധിക്കും. 2 ട്രിപ്പ് മീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗിയർ ഇൻഡിക്കേറ്റേഴ്സ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഉപകാരമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതുപോലെ ഇതിനകത്ത് ഡൈനാമിക് ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ വിച്ച് ഇസ് നമ്മളെ ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്ന സാധനത്ത് ഇതിൽ ഡൈനാമിക് ഫ്യൂൽ എഫിഷ്യൻസി എന്ന പേരിലാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത്തരത്തിൽ ഒരുപാട് ഇൻഫർമേഷൻസ്, ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിക്കകത്ത് കാണിക്കുന്നുണ്ട്. ഓവറോൾ എൻ്റെ ഒരു റേറ്റിംഗ് പ്രകാരം ഇതിനകത്ത് എനിക്ക് വേണമായിരുന്നു എന്ന് തോന്നിയ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് അഡ്ജസ്റ്റബിൾ ലീവേഴ്സും കാര്യങ്ങളും ഇത്രയും കാലമായിട്ട് ഇവർ കൊടുത്തിട്ടില്ല. ഇതിലും കുറച്ചുകൂടി പ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയില്ല, പ്രൈസ് ബ്രാക്കറ്റിൽ ഏതാ വരുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. NS 400 റീസെൻ്റ്ലി ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. പക്ഷേ ടൂറിങ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ഡൊമിനാർ ആണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സോ ഓവറോൾ ഇത്രയാണ് ഈ വണ്ടീനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഏകദേശം 2.7 lakhs അടുപ്പിച്ചാണ് പ്രൈസും കാര്യങ്ങളും വരുന്നത്. ആ ഒരു പ്രൈസ് പോയിന്റിൽ നമ്മളെ ഡ്യൂക്ക് 390ൻ്റെ പ്രൈസ് എന്നൊക്കെ പറയുന്നത് ഏകദേശം 3 lakh ഒക്കെ ക്രോസ് ചെയ്ത് 4 lakh അടുപ്പിച്ചായിട്ടുണ്ട്. സോ ആ സമയത്ത് നോക്കുന്ന സമയത്ത് ഏകദേശം 1 lakh ഡിഫറൻസ് ഉണ്ട്. സ്റ്റിൽ നിങ്ങൾക്ക് നല്ല ടൂറിംഗ് ഒക്കെ നോക്കുന്നു, കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള ടൂറിംഗ്, സ്റ്റിൽ കുറച്ച് പവറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം, നല്ല രീതിയിൽ കോർണേഴ്സ് എടുക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആളാണ്, പിന്നെ കുറച്ച് ചീപ്പറായിട്ടുള്ള മെയിൻ്റനൻസും കാര്യങ്ങളും ആഗ്രഹിക്കുന്നു എങ്കിൽ ഗോ ഫോർ ഡോമിനാർ 400. കാരണം ചിലപ്പോൾ ഈ വാഹനം ഉടനെ തന്നെ നിർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ വണ്ടി കാര്യമായി മിസ് ചെയ്തേക്കാം. സോ അതിന് മുന്നേ ഗ്രാബ് യുവർ ഡോമിനാർ 400.